ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിഷ. ഞാൻ എറണാകുളത്താണ് കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ആദ്യമായിട്ട് വിംബിൾ അക്കാദമിക്ക് നന്ദി പറയുന്നു. നമ്മുടെ ഫൈസൽ സാറിനും സജ്ജന മാമിനും അതുപോലെ നമ്മളെ ഓരോ ദിവസവും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന, നമ്മളെ വളർത്തുന്ന എല്ലാവർക്കും, അതുപോലെ മെഡിറ്റേഷൻ ട്രെയിനിങ് തന്ന് നമ്മളെല്ലാവരെയും ഒരുപാട് ഉയർച്ചകളിലേക്ക് നയിക്കുന്ന സ്റ്റെഫി മാമിനെ പ്രത്യേകം ഓർക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസിനെ, നിസാവ് സാറ്, വർഷമ്മ, അതുപോലെ എല്ലാവരെയും ഓർക്കുന്നു പ്രത്യേകമായിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. ഇന്ന് ഇപ്പൊ ഈ രാവിലെ എല്ലാ ദിവസവും എല്ലാവരും തന്നെ വരാറുണ്ട്, പക്ഷെ ഇന്ന് വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, ബിന്ദു ഗുഡ് മോർണിംഗ്. എന്നെ വിളിച്ചിരുന്നു അല്ലേ? എനിക്ക് എടുക്കാൻ പറ്റിയില്ല, Good സോറി. morning. Yeah, that's fine. നമ്മുടെ ടോപ്പിക് എന്താണെന്നറിയാവോ? ഓർക്കുന്നുണ്ടോ? No. ചെറിയ ചെറിയ മെഡിറ്റേഷൻ ടിപ്സിലൂടെ നമ്മുടെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത്. നമുക്ക് സ്വയം തന്നെ, നമുക്ക് എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് സ്ട്രെസ്സുകൾ ഒക്കെ നമ്മുടെ ലൈഫിൽ ദിവസം തന്നെ ഉണ്ടാകും. നമ്മൾ എത്രയെല്ലാം നമ്മൾ പരിശ്രമിച്ചാലും ഓരോ ദിവസം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട്. എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ കടന്നു വരാം, എപ്പോഴും തന്നെ കടന്നു വരാം. അപ്പൊ ആ സാഹചര്യങ്ങള് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ, കുറച്ച് ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ഫോം ചെയ്തെടുക്കാനായിട്ട് ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഉത്കണ്ഠകളും അതുപോലെ ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടാവുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഈ ആകാശത്തിലെ പക്ഷികളോട് നമുക്ക് ഉപമിക്കാതെ, നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി പക്ഷികൾ പറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? പാടില്ലെന്ന് പറയാൻ പറ്റുമോ? നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പക്ഷേ അത് നമ്മുടെ ശിരസിൽ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ വന്ന് കൂടുകൂട്ടണോ എന്ന് തീരുമാനിക്കേണ്ടവര് നമ്മളാണ്, അല്ലെ? അത് പറക്കും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഒക്കെ പറക്കും. പക്ഷെ അത് നമ്മുടെ തലയിൽ വന്ന് കൂടുകൂട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട്, അല്ലെ? നമുക്ക് എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടെത്തി അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാൻ പറ്റും. മറ്റ് ബാഹ്യമായ പല കാര്യങ്ങളുണ്ടാവും നമുക്ക് കൺട്രോളബിൾ അല്ലാത്തത്. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കുക, അതുപോലെ നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ കണ്ടെത്താൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത്, മറ്റുള്ളവർ എന്നെ എപ്പോഴും കൺസോൾ ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളെപ്പോഴും ആശ്വസിപ്പിക്കണം, സന്തോഷിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, അല്ലെ? അപ്പൊ നമുക്ക് സ്വയം നമ്മളെ തന്നെ എങ്ങനെയാണ് ഹൗ ടു ഹാൻഡിൽ അവർ സ്ട്രെസ് എന്ന് നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ക്രൈസിസും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാമോ ആർക്കെങ്കിലൊക്കെ? സ്ട്രെസ് ഉണ്ടാവും. Cortisol. കോർട്ടിസോൾ, അഡ്രിനൽ, അങ്ങനെ കുറച്ച് സ്ട്രെസ് ഹോർമോൺസ് നമുക്ക് നമ്മുടെ ലൈഫിൽ, താങ്ക് യു ബിന്ദു, ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ ശ്രമിച്ചാലും ദിവസം തന്നെ നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയവും നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ്, സ്ട്രെസ് റെസ്പോൺസ് ഒക്കെ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ബ്രെയിനിലെ ഫിയർ സെന്റർ ആണ് അമിഗ്ഡാല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ അമിഗ്ഡാല ആക്ടിവേറ്റ് ആവും. അങ്ങനെയാണ് ഈ കോർട്ടിസോളും അഡ്രിനാലും ഒക്കെ ഉള്ള അതുപോലുള്ള സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈമിൽ അതൊന്ന് പെട്ടെന്നൊന്ന് കോപ്പപ്പ് ചെയ്യാനായിട്ട്, ഇപ്പോൾ എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ പെട്ടെന്ന് നമുക്ക് അതൊക്കെ കോപ്പപ്പ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള സ്ട്രെസ് ഉപകാരപ്പെടുമെങ്കിലും ലോങ് ടൈമിൽ നമ്മുടെ ഹെൽത്തും
ഒക്കെ ഭയങ്കര ഡാമേജ് ആവുന്ന, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്റ്റെബിലിറ്റി, ഫിസിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഒക്കെ വന്നു ചേരാനായിട്ട് ഈ ചെറിയ ചെറിയ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ലോങ് ടേമിൽ നമ്മളുടെ ഫിസിക്കൽ സ്റ്റെബിലിറ്റി ഇല്ലാതാകാനൊക്കെ ഇടയാകും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ഉണ്ടാവുന്ന സ്ട്രെസ് ഹോർമോൺസിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എന്ന് പറഞ്ഞ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ അത് സ്വയം തന്നെ ചിലവുകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും തന്നെ സയൻസ് ബാക്ക്ഡ് ടെക്നിക്സ്, സൈക്കോളജിയിലെ പ്രൂവ്ഡ് ആയ ടെക്നിക്സ് ആണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ബ്രെയിൻ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിർത്താനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായിരിക്കും? Breathing. ആ അത് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ഡീപ് ബ്രീത്തിങ്ങിലൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നത്, ആർക്കും ചെയ്യാം. അപ്പൊ നമുക്ക് എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസോ അല്ലെങ്കിൽ യോഗയോ അതുപോലെ പ്രാണായാമം അങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മുടെ ഡീപ് ബ്രീത്തിങ് എന്നുള്ള ഏറ്റവും സിമ്പിൾ ആയ പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ ആക്ടിവേറ്റ് ആയിട്ട് നിലനിർത്താനായിട്ട് ഏറ്റവും സഹായകമായ ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാതെ. അപ്പൊ ആ ഡീപ് ബ്രീത്തിങ്ങിലൂടെ നമുക്ക് സാധിക്കും. നമ്മളുടെ 8 സ്ട്രാറ്റജീസ് ആണ് കാണാൻ. അതിൽ ഒന്നാമത്തേതാണ് ഡീപ് ബ്രീത്തിങ് എന്നത്. 2018 ജേണൽ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിയുടെ പഠനം അനുസരിച്ച് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്ങിലൂടെ നമ്മുടെ നെർവ് സിസ്റ്റത്തെ കാം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷറും ഹാർട്ട് റേറ്റും ഒക്കെ നോർമൽ ആക്കി നിർത്താനായിട്ട് അത്രയും സഹായിക്കുന്ന ഒന്നാണ് ഈ ഡീപ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ചില്ലറക്കാരനല്ല. നമ്മളോർക്കും നിസ്സാരമായിട്ടൊക്കെ നമ്മൾ കണക്കാക്കുമെങ്കിൽ പോലും നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമ്മുടെ ബ്ലഡ് പ്രഷറും അതുപോലെ നമ്മുടെ ഹാർട്ട് റേറ്റും. അതൊക്കെ ഒന്ന് നോർമലാക്കി വെക്കാനായിട്ട് ഈ ഡീപ് ബ്രീത്തിങ് സഹായിക്കും. അതുപോലെ നമ്മുടെ നെർവ് സിസ്റ്റത്തെ കാം ചെയ്യാനായിട്ട്, മൊത്തം നമ്മളുടെ നെർവ് സിസ്റ്റത്തെ കാം ചെയ്യാനായിട്ടും ഈ ഡീപ് ബ്രീത്തിങ് സഹായിക്കും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ അതിൽ തന്നെ ഉണ്ട് ബോക്സ് ബ്രീത്തിങ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. 4-4-6 ബ്രീത്തിങ്, അതറിയാവോ? എന്താ അറിയാമായിരിക്കുമല്ലോ അല്ലെ? 4 ടൈംസ് നമ്മൾ ബ്രീത്തിങ് ഉള്ളിലേക്ക് എടുക്കുക, 4 ടൈംസ് സസ്റ്റെയിൻ ചെയ്യുക, എന്നിട്ട് സാവധാനം 6 ടൈംസ് നമ്മൾ വായിലൂടെ പുറത്തേക്ക് വിടുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ആ നെർവ് സിസ്റ്റത്തെ കാമാക്കി നിലനിർത്താനായിട്ട് സാധിക്കും. ഇനി രണ്ടാമതായിട്ട് ഗ്രൗണ്ടിങ് ടെക്നിക് എന്നാണ് പറയുന്നത്. എന്താണെന്നറിയാവോ ഗ്രൗണ്ടിങ് ടെക്നിക്ക്? ആർക്കെങ്കിലും അറിയാവോ? കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? നമ്മള് ഇപ്പൊ സ്റ്റെഫി മാമിന്റെ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തന്നായിരുന്നല്ലോ ഗ്രൗണ്ടിങ് ടെക്നിക്ക്. അതായത് നമ്മൾ എർത്തുമായിട്ട് ബെയർ ഫൂട്ടായിട്ട് നടക്കുക, പിന്നെ എർത്തുമായിട്ട് നമ്മൾ കൂടുതൽ കണക്റ്റഡ് ആയിട്ടിരിക്കുക, അതല്ലേ മാം? അത് മാത്രമല്ല, ഞാനും ആ ക്ലാസ് കേട്ടപ്പം അങ്ങനെയാ നമ്മൾ പറഞ്ഞതല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ. പക്ഷെ സ്റ്റെഫി മാം പറഞ്ഞത് മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഇമ്പോർട്ടന്റ് അല്ലേ? ഓർക്കുന്നുണ്ടോ? സ്റ്റെഫി മാം മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നുള്ളത്. പക്ഷെ എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു 5-4-3-2-1 ടെക്നിക് എന്ന് പറയും. അതൊരു പവർഫുൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ്. നമ്മളിങ്ങനെ കാണുക, തൊടുക, അല്ലേ? അതല്ലേ? അത് തന്നെ. അങ്ങനെ ഒരു 5-4-3-2-1 എന്ന് പറയും. അപ്പൊ അമേരിക്കൻ മെഡിക്കൽ സൈക്കോളജി എന്തോ സെൻസറി ഓർഗൻസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണോ? അത് തന്നെ. അപ്പൊ അമേരിക്കൻ മെഡിക്കൽ ചെറിയ കാര്യമൊന്നുമല്ല ശരിക്കും പറഞ്ഞത്. അമേരിക്കൻ മെഡിക്കൽ സൈക്കോളജിയിൽ ഇത് പറയുന്നത് പാനിക് അറ്റാക്കുകളൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ ഇമോഷണൽ ഓവർലോഡ് ഒക്കെ ആവുമ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. നമ്മളെ തന്നെ ഒന്ന് മൈൻഡ്ഫുൾ ആക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മൾക്ക് പോസിറ്റീവ് എഫക്റ്റ് തരുന്ന കാര്യമാണ്. അപ്പൊ 5 കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഒന്നാമത് പിന്നെ നമ്മള്
ആദ്യമായിട്ട് 5 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള 5 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്ന് ശരിക്കും ബോധപൂർവ്വം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്തൊക്കെയാണെന്നൊക്കെ. ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് വരുമ്പോൾ നമ്മൾ എവിടെയാ നിൽക്കുന്നത്, എന്താ ചെയ്യുന്നത്, എന്താ ചിന്തിക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മളങ്ങ് മറന്നുപോകും. സ്ഥലകാല ബോധം ഇല്ലാതായി തീരുക എന്നൊക്കെ പറയില്ലേ, ശരിക്കും പറഞ്ഞാൽ അത്രയും നമ്മൾ സ്ട്രെസ്ഡ് ആവുമ്പോൾ. പക്ഷെ നമ്മൾ ഇതിങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലാണ്ട് വലിയൊരു സ്ട്രെസ് വരുമ്പോൾ പറ്റില്ല. പക്ഷെ പാനിക് അറ്റാക്ക് പോലും വരയ്ക്കാൻ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റിയ ഒരു പറ്റുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അത് ടച്ച് ചെയ്യാം. അത് ടച്ച് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ നമ്മള് ഇങ്ങനെ എനിക്ക് ബോധമുണ്ടോ സ്വയം ഉള്ളിൽ നോക്കുന്നൊക്കെ പറഞ്ഞ പോലെ 4 കാര്യങ്ങൾ ടച്ച് ചെയ്യുക. അതുപോലെ 3 സൗണ്ട്സ് നമ്മൾ ലിസൺ ചെയ്യുക. നമ്മുടെ ചുറ്റുമുള്ള ഇപ്പൊ ഫാനിന്റെ സൗണ്ട് ആണെങ്കിലും, ഇപ്പൊ എന്തെങ്കിലും വണ്ടിയുടെ സൗണ്ട് ആണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളുടെ സൗണ്ടോ, അങ്ങനെ നമ്മൾ ആ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു 3 സൗണ്ട് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ 2 കാര്യങ്ങൾ സ്മെല്ല് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു സമയത്ത് ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, എന്തെങ്കിലും കറി വെക്കുന്ന മണമാണെങ്കിൽ, അല്ലെങ്കിൽ വാഹനത്തിന്റെ പുകയോ, അങ്ങനെ എന്തെങ്കിലും ഒരു 2 കാര്യങ്ങൾ സ്മെല്ല് ചെയ്യുക. അതുപോലെ നമ്മൾ ടേസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊരു ടേസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് എന്തെങ്കിലും ഡിഫറെന്റ് ആയൊരു ടേസ്റ്റ്, ഇപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അവൈലബിൾ ആയ എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് മൈൻഡ്ഫുൾ ആക്കുക എന്നുള്ളതാണ് ഈ ഗ്രൗണ്ട് ടെക്നിക്ക് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഓരോ കാര്യങ്ങളിലൂടെ നമ്മളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക ആ ഒരു സമയത്ത്. പ്രത്യേകിച്ച് പാനിക് അറ്റാക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ ചിന്തകൾ മുഴുവൻ ആ ഒരു ഒറ്റ കാര്യത്തിലേക്കായിരിക്കും നമ്മുടെ എല്ലാ എനർജിയും കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ സെൻസ് ഓർഗൻസ് ഒക്കെ അതിലോട്ട് മാത്രം ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ അതിൽ നമ്മളൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മുടെ മൈൻഡ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് ഈ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പം നിസ്സാരമാക്കാതെ ഈ ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുപോലുള്ള എപ്പോഴും ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പലതരം ചിന്തകൾ ഇങ്ങനെ കാട് കയറി പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമതുള്ള ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ. അപ്പം ഈ വിഷ്വലൈസേഷനെ പറ്റിയുള്ള ക്ലാസ് ഇന്നലെ ഹൈസം സാർ എടുത്ത് നമ്മൾ കേട്ടു അല്ലെ, നല്ല വിശദമായിട്ട് എടുത്തു. അപ്പൊ അതിലൂടെ നമുക്ക് ശരിക്കും നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ട് നമുക്ക് വളരെയധികം വിശ്വാസവും പ്രത്യാശയും മുന്നോട്ട് ജീവിക്കാനുള്ള ഭയങ്കര ഒരു ആഗ്രഹവും അല്ലെ, നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നമ്മൾ അധികം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അധികം വിഷ്വലൈസ് ചെയ്ത് നമ്മൾ നേടിയെടുക്കാറുണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെ. പക്ഷെ ഇവിടെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ജേണൽ ഓഫ് സ്പോർട്സ് സൈക്കോളജിയുടെ 2017 പഠനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിഷ്വലൈസേഷൻ മെന്റൽ ഇമാജറിയും വിഷ്വലൈസേഷനും അതുപോലെ അത് നമ്മുടെ ഒരു മൈൻഡിനും അല്ലെങ്കിൽ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു ഇമാജിനറി സിസ്റ്റം ആണല്ലോ. അപ്പം അത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് 2017 ജേണൽ ഓഫ് സ്പോർട്സ് സൈക്കോളജിയിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം സ്പോർട്സിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അവരുടെ ആ വിജയവും അവരുടെ നേട്ടങ്ങളും ഒക്കെ വിഷ്വലൈസ് ചെയ്ത് അവരെ ആ ഒരു രീതിയിലേക്ക് ഫോം ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നവരെയൊക്കെ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നവരെക്കാളും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാതെ വിഷ്വലൈസേഷനിലൂടെ മാത്രം അവരുടെ ആ വിജയം വിഷ്വലൈസ് ചെയ്യുന്നതിലൂടെ മാത്രം ഈ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നവരെ കഴിഞ്ഞും കൂടുതൽ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യുക. അപ്പൊ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഐസ് ഒന്ന് ക്ലോസ് ചെയ്ത് ശാന്തമായിട്ടൊന്ന് ഇരിക്കാവോ? അപ്പം കുറച്ചു നേരം ഉള്ളു കണ്ണൊന്ന് അടച്ച് മൈൻഡ് ഒന്ന് കാമായിട്ട് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശാന്തമായ ഒരു സ്ഥലത്ത്, അതിപ്പം ബീച്ചോ അല്ലെങ്കിൽ ഒരു കുന്നിന്റെ താഴ്വാരോ ഒരു പുഴയുടെ അരികോ അങ്ങനെ
ഓരോ അങ്ങനെയൊക്കെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ഈ സമയത്ത് നമ്മുടെ 5 സെൻസസ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം, നമുക്ക് സൗണ്ടുകൾ കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും, സ്മെല് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നമ്മുടെ എല്ലാ ആ സെൻസസ് ഒക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കുക. അവിടെയുള്ള ആ മണം, അതുപോലെ തന്നെ സൗണ്ട്, ലൈറ്റ്, നല്ല ഇളം കാറ്റുണ്ടെങ്കിൽ കാറ്റ്, അതുപോലെ ചൂടോ തണുപ്പോ എന്താണ് നമുക്ക് അനുഭവപ്പെടുന്നത്, നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് ബോധപൂർവ്വം ഒന്ന് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മളുടെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മളുടെ എല്ലാ സെൻസസും നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്, അല്ലെ? നമ്മൾ സ്ട്രെസ് വരുമ്പോൾ നമ്മളുടെ ആ സെൻസ് ഓർഗൻസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്നും വർക്ക് ചെയ്യത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മളുടെ ഈ സെൻസ് ഓർഗൻസ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. തന്നെ ഈ സമയത്ത് നമുക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് നല്ല കളറ്, ആ ഒരു സ്ഥലത്തെ കളറൊക്കെ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാം. കിളികളുടെ സൗണ്ട് ആണെങ്കിൽ കേൾക്കാൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തൊടുന്നത്, നമ്മളവിടെ നിലത്തിരിക്കുകയാണെങ്കിൽ ആ പുല്ലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളൊന്ന് തൊടുന്നതൊന്ന് ഫീൽ ചെയ്യാം. ആ ഒരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ ആ ക്ലൈമറ്റ് ചൂടാണോ തണുപ്പാണോ അല്ലെങ്കിൽ കാറ്റ് വീശുന്നത്, ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പം അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടെങ്കിൽ, ഇന്ന് ആണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രെസ്സിലാണെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്കണ്ഠയോ സ്ട്രെസ്സോ ചെയ്താൽ ശരിയാവോ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ, അതൊക്കെ നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മളത് ഏറ്റവും മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തു വിജയിക്കുന്നു, എല്ലാവരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ അപ്പൊ നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കും. അതാണ് ഈ ഒരു മെഡിറ്റേഷൻ കൊണ്ട്, ഒരു ചെറിയൊരു ഷോർട്ട് മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട്, നമ്മള് അലൈവ് ആണെന്ന്, നമ്മൾക്ക് എന്താ പറയാ പവർ ഉണ്ടെന്ന്, നമ്മൾ നല്ല ക്രിയേറ്റീവ് ആണെന്നൊക്കെ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താനായിട്ട് ഈ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ സഹായിക്കും. ഇനി നാലാമതായിട്ട് നമുക്ക് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ എല്ലാവരും കണ്ണൊക്കെ തുറന്നിരിക്കുക കേട്ടോ. മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്തോ? ആരെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയോ? ചെയ്യാൻ പറ്റി മാം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ, മറന്നു പോകാതെ ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഈ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ സഹായിക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ കാട് കയറി ചിന്തിച്ച്, പ്രത്യേകിച്ച് കഴിഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ആ ഒരു ഇപ്പൊ നമ്മൾ എന്തായിരിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥയിലോട്ട് നമ്മളുടെ മനസ്സ് കൊണ്ടുവരിക. ഇപ്പൊ 2019 ജേണൽ ഓഫ് മൈൻഡ്ഫുൾനെസ് എന്ന പഠനത്തില് ഈ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ നമ്മുടെ സ്ട്രെസ് ലെവല് കുറയ്ക്കാനും, നമ്മുടെ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള റിയാക്ഷൻസ് കൊണ്ടുവരാനും സാധിക്കുമെന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഫോക്കസ് ഓൺ അവർ ബ്രെത്ത്, നമ്മളുടെ ആ ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മളുടെ ചിന്തകളെ നമ്മൾ ഒബ്സർവ് ചെയ്യുക വിത്തൗട്ട് ജഡ്ജിങ്. നമ്മളുടെ ചിന്തകൾ എന്താണെന്ന് ജഡ്ജ് ചെയ്യാതെ നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ഭയങ്കര ക്രൂരായിട്ട് പെരുമാറുന്നല്ലേ, ഞാനെന്താ ഇങ്ങനെ ചിന്തിക്കുന്നേ, അല്ലെങ്കിൽ ഞാനെന്താ ഇങ്ങനെ പെരുമാറുന്നേ, എന്റെ എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് അല്ലെ, എനിക്ക് തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും തന്നെ ചില സമയത്തെങ്കിലും അങ്ങനെ ചിന്തിക്കാറ്. എപ്പോഴും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്, എപ്പോഴും ഹാപ്പി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലൊന്നും പെരുമാറാൻ നമുക്ക് പറ്റില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പറ്റില്ല. പക്ഷെ ഈ ഒരു സമയത്ത് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ബ്രെത്തിൽ ശ്രദ്ധിക്കുക, അതുപോലെ നമ്മളുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യുക മാത്രം ചെയ്യുക. നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. അതുപോലെ
നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്താതെ എന്ത് ചിന്തയാണോ നമ്മളിലേക്ക് കടന്നു വരുന്നത് അതിനെ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. നമ്മളെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വറീസിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് അനുവദിക്കുക. നമ്മൾ എന്താണോ ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ചിന്തകൾ, നമ്മളുടെ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, അതിനൊക്കെ നമ്മൾ പതുക്കെ പൊയ്ക്കോ, നീ ഇപ്പോ വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ പതുക്കെ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി അല്ല, നോർമലി നമ്മൾ അതിനെ പോകാൻ അനുവദിക്കുക. എന്നിട്ട് നമ്മൾ ഈ പ്രസന്റ് ടൈമിൽ നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ബ്രെയിനിന് കാര്യങ്ങളോട് റിയാക്ട് ചെയ്യുന്നതിൽ ഉപരി റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെപ്പോഴും റിയാക്ട് ചെയ്യുക അല്ലെ, മറ്റുള്ളവര് നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അത് നമ്മളുടേതായ ഒരു ആക്ഷൻ എടുക്കുക ചെയ്യുക, അല്ലാണ്ട് അവര് ചെയ്തതിന് പിന്നെ അനുസൃതമായിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മളെപ്പോഴും അങ്ങനെ ഒരു ടെൻഡൻസി നമുക്കുണ്ടല്ലോ, റിയാക്ട് ചെയ്യുക ടെൻഡൻസി. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളുടെ പ്രസന്റ് മൊമെന്റിലോട്ട് കൊണ്ടുവരിക. നമ്മൾ എന്തായിരിക്കുന്നോ അതിനനുസരിച്ച്, അല്ലാണ്ട് അവരുടെ ആക്ഷൻസിനനുസരിച്ച് റിയാക്ട് ചെയ്യാതെ നമുക്ക് നമ്മളുടേതായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിനെ നമ്മൾ അറിയാതെ തന്നെ റീവയർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ശീലമാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓരോ സാഹചര്യത്തിലും അതിനനുസരിച്ച് അങ്ങോട്ട് ബഹളം വെക്കുക അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ റിയാക്ട് ചെയ്യുക. അതിനു പകരം നമ്മളുടെ ബ്രെയിനിനെ റീവയർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ പറയുന്നത് പോസിറ്റീവ് ഇന്റേണൽ ഡയലോഗ്. നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ പറയും അല്ലെ. നെഗറ്റീവ് അഫർമേഷൻസ് ഇപ്പൊ നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നമ്മളത് എപ്പോഴും തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. പക്ഷെ ഇപ്പൊ നമ്മളിവിടെ ബോധപൂർവം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുറച്ച് സ്ട്രെയിൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പോസിറ്റീവ് ഇന്റേണൽ ഡയലോഗ്. അപ്പോൾ അത് നമ്മളുടെ മൈൻഡിനെ റീഫ്രെയിമിങ് ചെയ്യും എന്നുള്ളതാണ്. അതിലും 2020 ജേണൽ ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലുള്ള ഒരു പഠനത്തിൽ പറയുന്നത് പോസിറ്റീവ് സെൽഫ് ടോക്ക് ഇമോഷണൽ റിസൈലൻസിനെ വർദ്ധിപ്പിക്കുമെന്നാണ്. അപ്പൊ നമ്മള് പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിച്ചാൽ നമ്മളോട് തന്നെ, നമ്മളെപ്പോഴും പിറുപിറുക്കുകയും നെഗറ്റീവായിട്ട് സംസാരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം പോസിറ്റീവായിട്ട് നമ്മളോട് തന്നെ നമുക്കിതൊക്കെ സാധിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ നമ്മളുടെ ആ ബ്രെയിനിനെ ഒന്ന് റീവയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ എന്താ പറയാ, എന്നെ കൊണ്ട് ഇതിന് പറ്റൂല, എനിക്ക് കഴിവില്ല, പിന്നെ എന്നെ ആരും അംഗീകരിക്കില്ല, എനിക്ക് അങ്ങനെ എനിക്ക് എല്ലാം തടസ്സങ്ങളാണ്. അതിന് പകരമായിട്ട് എനിക്കിത് പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇത് സക്സസ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ എന്നെ കൊണ്ടേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, അത് സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ടഫ് സിറ്റുവേഷനെയും നല്ല രീതിയിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് നമ്മളുടെ ആ കഴിവുകൾ, നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഓർക്കുകയും അതിനനുസരിച്ച് നമ്മളെ തന്നെ ഒന്ന് പോസിറ്റീവ് ടോക്കിലൂടെ ഒന്ന് എൻകറേജ് ചെയ്തുകൊണ്ട് വന്നാൽ നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. പലപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മുടെ ഇമാജിനേഷനിൽ നിറഞ്ഞു നിൽക്കാറല്ലേ. എപ്പോഴും തന്നെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് ആണ് നിറഞ്ഞു നിൽക്കാറ്. അതിന് പകരമായിട്ട് പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ നിറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് ഒരിക്കലും റിയൽ അല്ല. അത് നമ്മളുടെ വെറും ചിന്തകൾ മാത്രമാണ്, നമ്മളുടെ ഇമാജിൻ മാത്രമാണ്. നെഗറ്റീവായി അതങ്ങനെ സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളെന്തോ വലിയ ഒരു പ്രവചിക്കുന്ന രീതിയിലാവും, ഞാൻ പറഞ്ഞില്ലേ അത് അങ്ങനെ തന്നെ വരുള്ളൂ എന്ന് പറയുന്നത് എന്തോ വലിയ കാര്യമായിട്ടാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അല്ലേ. നമ്മളുടെ എന്തൊരു കഴിവായിട്ട്, നമുക്ക് പ്രവചിക്കാനുള്ള ഒരു കഴിവായിട്ടൊക്കെ പറയുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അയാൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിക്കുള്ളൂ. പക്ഷെ ആ നെഗറ്റീവ് തോട്ട്സ് ആണ് ആ രീതിയിലോട്ട് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് പറയുകയും
പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ പോസിറ്റീവായ കാര്യങ്ങൾ ആണ് റിയൽ ലൈഫിലോട്ട് കടന്നു വരിക. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ആ ബ്രെയിനിനെ ഒന്ന് റീഫ്രെയിം ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഈ റെഗുലർ പ്രാക്ടീസിലൂടെ സാധിക്കും. അപ്പം റീഫ്രെയിമിങ് നെഗറ്റീവ് തോട്ട്സ് ഹെൽപ്സ് അസ് ടു സ്റ്റേ ഇൻ കൺട്രോൾ. നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്, നമ്മളുടെ സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഈ റെഗുലർ ആയിട്ടുള്ള പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് 6ാമത്തത് ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ, അവോയ്ഡിങ് മെന്റൽ ഓവർലോഡ്. അപ്പൊ നമ്മള് എപ്പോഴും എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നത്, നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതൊക്കെ നെഗറ്റീവ് കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരുപാട് ഇമോഷണൽ ഓവർലോഡ് ഒക്കെയാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങൾ, നമ്മൾ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. 2019 കോഗ്നിറ്റീവ് തെറാപ്പി ആൻഡ് റിസർച്ച് എന്നുള്ള ഒരു പഠനത്തിൽ പറയുന്നത്, കൺട്രോളബിൾ ഫാക്ടേഴ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മുടെ ആൻസൈറ്റി കുറയ്ക്കാൻ സാധിക്കും. നമുക്ക് ചെറിയ കാര്യമായിരിക്കാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മളെപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലാണ് നമ്മളുടെ ചിന്തകൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ എനർജി മുഴുവൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിന് പകരം ഏറ്റവും ചെറിയ നമ്മുടെ വീട്ടിലെ ഒരു ജോലി എടുക്കുന്നതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നതായിരിക്കാം, കുറച്ച് ആർട്ട് ചെയ്യുന്നതായിരിക്കാം, ആർട്ട് ഇഷ്ടപ്പെടുന്നവർ ആർട്ട് ചെയ്യുന്നതായിരിക്കാം, പാട്ട് പാടുന്നതായിരിക്കാം, അല്ലെങ്കിൽ വായിക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ നമുക്കിതുപോലെ അൺകൺട്രോളബിൾ ആയ ചിന്തകളെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാനായിട്ട്, നിയന്ത്രിക്കാനൊക്കെ ആയിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇത് നമ്മുടെ ആൻസൈറ്റി ലെവല് കുറച്ചുകൊണ്ട് വരുന്നതായിട്ട് നമ്മളുടെ 2019 കോഗ്നിറ്റീവ് തെറാപ്പി ആൻഡ് റിസർച്ച് എന്നുള്ള പഠനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് 7ാമത്തതാണ് ഫിസിക്കൽ മൂവ്മെന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മളുടെ സ്ട്രെസ് ഹോർമോൺസിനെ കുറച്ചു കൊണ്ടുവന്ന് ഹാപ്പി ഹോർമോൺസിനെ എൻകറേജ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ റിലീസ് ചെയ്യാനായിട്ട് ഫിസിക്കൽ മൂവ്മെന്റ്, എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് കുറച്ച് നടക്കാൻ പറ്റുമെങ്കിൽ അത്, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അത്, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളികളിൽ ഏർപ്പെടാനായിട്ട് നമ്മളുടെ മക്കളുടെ കൂടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെയോ അങ്ങനെയൊക്കെ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിനെ ഞാൻ ശ്രദ്ധിച്ചോർക്കുന്നുണ്ട്. ബാസ്കറ്റ്ബോൾ കോർട്ടിൽ തന്നെത്താനെ എങ്ങനെ ആരുമില്ല കൂടെ, തന്നെത്താനെ ബോൾ തട്ടി കളിക്കുന്നു. 2 കൈ കൊണ്ട് തട്ടുന്നു, കാലം കൊണ്ട് തട്ടുന്നു, ഓടുന്നു, എന്നിട്ട് അവസാനം കൊണ്ട് അതില് ഇടുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സ്വയം തന്നെ അതൊരു എക്സസൈസ് ആയിട്ട്, അല്ലെങ്കിൽ അത് മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ചെയ്യുന്നത്, കുറച്ചു നേരം ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു സെൽഫ് മെക്കാനിസമാണ്, നമ്മളുടെ ആ സ്ട്രെസ് ഒക്കെ റിലീഫ് ചെയ്യാനായിട്ട്. അതുപോലെ എന്താണ്, നമ്മുടെ ഹാപ്പി ഹോർമോൺസ് വർദ്ധിക്കാനായിട്ട്, കൂടുതൽ ഉണ്ടാകാനായിട്ടൊക്കെ അത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. 2020 അമേരിക്കൻ ജേണൽ ഓഫ് പ്രിവെന്റീവ് മെഡിസിൻസിൽ റെഗുലർ മൂവ്മെന്റ് കോർട്ടിസോൾ റേറ്റ് കുറയ്ക്കും. നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള മൂവ്മെന്റ് നമ്മളുടെ കോർട്ടിസോൾ ലെവൽ കുറയ്ക്കാനും, അതുപോലെ നമ്മളുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, നമ്മളിപ്പോൾ ഏതെങ്കിലും രീതിയിൽ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊന്നും ചെയ്യാൻ തോന്നില്ല. പക്ഷെ നമ്മൾ ബോധപൂർവം അത് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി ഒരു പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് ജോലികൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അങ്ങനെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് നല്ല രീതിയിൽ നമ്മളുടെ മൂഡ് റെഗുലേറ്റ് ചെയ്ത് നല്ല ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ നല്ല രീതിയിൽ നടക്കാനോ, അല്ലെങ്കിൽ വെറുതെ സ്ട്രെച്ച് ചെയ്യാൻ, നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഫിസിക്കൽ മൂവ്മെന്റിലൂടെ നമുക്ക് നമ്മുടെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 8ാമതായിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് പ്രശ്നങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നോർമലി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ സീക്ക് സപ്പോർട്ട്, ദ പവർ ഓഫ് കണക്ഷൻ. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട്, റിലേറ്റീവ്സ് ആയിട്ട് അങ്ങനെയൊക്കെ ഒരു നല്ലൊരു കണക്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലേ? ഫ്രണ്ട്സ് ഒക്കെ ഇല്ലാത്തവരാണ് മിക്കവാറും ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നത്, അല്ലെങ്കിൽ
അവർക്കത് സ്വയം മാനേജ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഒരുപാട് കേസുകൾ ആത്മഹത്യയൊക്കെ ചെയ്യുന്നത്. മനസ്സ് തുറന്ന് ആരോടെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മളുടെ വിഷമങ്ങള് അതിനവർക്ക് സൊല്യൂഷൻ ഒന്നും തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ മനസ്സ് തുറന്ന് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്താ പറയാ, ഒരു റിലീഫ് കിട്ടും. നമ്മള് നമ്മളെ തന്നെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രീതി നമുക്ക് ആ ഫ്രണ്ട്സിലൂടെ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ റിലേറ്റീവ്സിലൂടെ നമുക്ക് അതുപോലെ ഒന്ന് മനസ്സ് തുറക്കാനായിട്ട് വിശ്വസിക്കാവുന്ന ആരുമില്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ആ രീതിയിൽ നമ്മൾ ഹെൽപ്പ് എടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഫാമിലി ഡോക്ടേഴ്സ്, നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരിക്കും ഫാമിലി ഡോക്ടേഴ്സ് എന്ന് പറയുന്ന അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫാമിലി കൗൺസിലർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കാൻ പറ്റിയ ആളുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇമോഷണലി സേഫായ, ഇമോഷണലി സ്റ്റേബിൾ ആയ ആളുകളുമായിട്ട് നമ്മളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ ഒന്നില്ലെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്താൽ നമ്മളുടെ ഈ പ്രശ്നങ്ങൾ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം ഈ 8 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്ട്രെസ് വരാതെ നോക്കാം. ഇനി വന്നാൽ തന്നെ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നമുക്ക് കുറച്ച് സമയം ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് നമ്മളുടെ ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്താലോ? നമ്മുടെ ചിന്തകളെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് തരുന്ന ചിന്തകളൊക്കെ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ, നമുക്കൊന്ന് വരുതിയിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് കണ്ണടച്ച് സോറി കേൾക്കുന്നില്ലായിരുന്നു അല്ലെ? അപ്പൊ കണ്ണുകൾ അടച്ച് നമ്മളുടെ ഈ ചിന്തകള് ഈ ഒരു സമയത്തേക്ക്, ഇപ്പൊ നമ്മൾ ഈ രാവിലെ നമ്മളുടെ മനസ്സിലൂടെ എന്തെല്ലാം ചിന്തകളാണോ കടന്നു പോകുന്നത് അതൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഈസി ആയിട്ട് നമ്മുടെ ശ്വാസം നല്ല രീതിയിൽ നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മളുടെ വയറ് നല്ലപോലെ വീർത്ത് വരണം. എങ്കിലാണ് ശരിക്കും നമ്മുടെ ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുക. അതുപോലെ നല്ലപോലെ 2-3 പ്രാവശ്യം നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ ഈ വീടിനകത്ത്, ഈ റൂമിനകത്തുള്ള ശബ്ദങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ക്ലോക്കിന്റെ ആകാം, ഫാനിന്റെ ആകാം, AC-യുടെ ആകാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പക്ഷികളുടെ സൗണ്ട് ആകാം. അങ്ങനെയുള്ള ആ സൗണ്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ ശരീരത്തെ മുഴുവനായിട്ടൊന്ന് വിശ്രമ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. നല്ല കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠകൾ നമുക്കുണ്ടെങ്കിൽ അവയെ പെട്ടെന്നൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവ ഇങ്ങനെ നമ്മുടെ ഈ അന്തരീക്ഷത്തില് ആ ഒരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു കാര്യം, അതിനൊരു രൂപം കൊടുക്കുക. ഒരു മേഘത്തിന്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു രൂപം കൊടുത്തിട്ട് അതിങ്ങനെ ഈ അന്തരീക്ഷത്തില് പറന്നു നടക്കുന്നതായി, അത് മുകളിലേക്ക് ഉയരുന്നതായിട്ട് ഭാവനയിൽ കാണുക. അപ്പൊ ആ ഉത്കണ്ഠയ്ക്ക് പ്രധാനമായ ഒരു കാരണം ഉണ്ടാവും. അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട മറ്റു പല ചിന്തകളും ഉണ്ടാവും. അതെല്ലാം ഇങ്ങനെ ഒഴുകി നടക്കുന്നതായിട്ട്, ഈ വായുവില് സ്വതന്ത്രമായിട്ട് നടക്കുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ആ ചിന്തകളോട് പറയുക, ഇപ്പൊ നിങ്ങൾ ഒന്ന് ഇപ്പോ അവരോട് ശാന്തമായിട്ട്, സ്വസ്ഥമായിട്ട്, നല്ല സ്വീറ്റ് ആയിട്ട് പറയുക, നിങ്ങൾ ഇപ്പൊ ഒന്ന് പോയിട്ട് വാ, കുറച്ച് കഴിഞ്ഞ് വാ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ഹാൻഡിൽ ചെയ്യാം, നിങ്ങളെ ഞാൻ കേൾക്കാം. ആ ചിന്തകളോട് അങ്ങനെ പറഞ്ഞ് അതിനെ ഒന്ന് അകറ്റിവിടുക. അതിങ്ങനെ മേഘങ്ങളെ പോലെ, അല്ലെങ്കിൽ ആകാശത്തിങ്ങനെ പറന്ന് നടക്കട്ടെ. എന്നിട്ട് നമ്മൾ ഇരിക്കുന്ന ഇടത്തുള്ള ശബ്ദങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഓരോ ശബ്ദവും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ബോഡിയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ തല മുതൽ താഴെ വരെയുള്ള ഓരോ ബോഡി പാർട്സും, അത് അനുഭവിക്കുന്ന ടെൻഷൻസ്, എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അത്,
എന്തെങ്കിലും ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ തല, കഴുത്ത്, ചുമലുകള്, കൈകള്, നെഞ്ച്, നട്ടെല്ല്, വയറ്, അരക്കെട്ട്, കാൽമുട്ടുകള്, കണങ്കാലുകള്, പാദങ്ങള് എല്ലാം നമ്മുടെ പാദങ്ങളുടെ അടിവശം ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മളുടെ അതെല്ലാം ഒന്ന് കാം ആൻഡ് ക്വയറ്റ് ആക്കി വെക്കുക. അതിന് എന്തൊക്കെയാണോ നമുക്കിപ്പോ ഫീൽ ചെയ്യുന്നത് അതൊക്കെ ഒന്ന് അനുഭവിക്കുക. എന്നിട്ട് നമ്മൾ ആ പറത്തിവിട്ട ചിന്തകളെ ഒരിക്കൽ കൂടെ നമ്മളിലേക്ക് കൊണ്ടുവരിക. കുറച്ച് സമയം അതിങ്ങനെ പിന്നെയും നമ്മൾ അതിനെ കാണുക. കണ്ടിട്ട് ഇപ്പോഴും നമ്മളത് അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും കുറച്ച് സമയം കൂടെ മാറി നിൽക്കുക. നിങ്ങൾ എന്നിൽ നീങ്ങിപ്പോകുന്ന ആകാശത്തിലൂടെ അത് ഇങ്ങനെ നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകുന്നതായിട്ട് ചിന്തിക്കുക. അതിനുശേഷം ഒരിക്കൽ കൂടി നമ്മളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നമ്മുടെ വികാരങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ വിശ്രമിക്കുന്നതായിട്ട്, ഏതെങ്കിലും ക്ഷീണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഏറ്റവും നല്ല രീതിയിൽ ഓരോ ബോഡി പാർട്സും വിശ്രമിക്കുന്നതായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളെ കാമാക്കി വെച്ചതിന് ശേഷം ആ ചിന്തകളെ ഒരിക്കൽ കൂടി നമ്മൾ വിളിച്ചിട്ട്, ആ ചിന്തകൾക്ക് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പ്രാധാന്യം നിങ്ങൾക്കില്ല, എനിക്ക് അതിലൊക്കെ ഏറ്റവും പ്രധാനമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, എൻ്റെ ലൈഫ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിർത്താനായിട്ട് ഉപകരിക്കുന്നവയല്ല നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് എന്നെ വിട്ടുപോവുക എന്നുള്ള രീതിയിൽ അവയൊന്ന് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നമ്മളുടെ ആ ശരീരത്തിൽ, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കൊണ്ടുവന്ന് നമ്മുടെ മൈൻഡ് കാമാക്കി നിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേണ്ട വിധം വിശ്രമം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വേണ്ട വിധത്തിലുള്ള ഒരു പരിചരണം നമ്മുടെ ശരീരത്തിന് നമ്മൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളിലേക്ക് ഇന്നത്തെ ദിവസത്തിലെ ആദ്യ സമയങ്ങൾ ഏതൊക്കെ രീതിയിൽ നമ്മളുടെ ശരീരത്തെ നല്ല രീതിയിൽ നിലനിർത്താൻ, ഇപ്പം നമ്മൾ ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മളുടെ ബോഡിയെ നല്ല രീതിയിൽ കാമാക്കി നിർത്താൻ പറ്റിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ സ്ട്രെസ് നൽകുന്ന ആ ചിന്തകളൊക്കെ നമ്മളെ വിട്ടകന്ന് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. എല്ലാവരും കണ്ണു തുറന്നോളൂ. ഹായ്, എല്ലാവരും ഉറങ്ങിപ്പോയോ? അതോ എഴുന്നേറ്റ് പോയോ? ഇവിടെ ഉണ്ട് മാം. പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പം ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മൈൻഡ്ഫുൾനെസ് ഉണ്ടാവട്ടെ. പലപ്പോഴും നമുക്ക് അതിനുള്ള ഒരു ക്ഷമ കിട്ടാറില്ല അല്ലെ? പക്ഷെ നിരന്തരമായ പ്രാക്ടീസിലൂടെ നമുക്കത് നേടിയെടുക്കാൻ പറ്റും അല്ലെ? ആ വിശ്വാസം ഉണ്ടോ? തോന്നിയോ? ചെയ്യാൻ പറ്റുന്ന സിമ്പിളായ കാര്യങ്ങളല്ലേ അല്ലെ? ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അതെ, അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യാം. എന്തോ ജിഷ മാം ഉണ്ടല്ലോ, കുറെ മുമ്പൊക്കെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ വരുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ തോന്നും. എന്തെങ്കിലും ചിപ്സ് ഒക്കെ എടുത്ത് ഞാനും അങ്ങനെയായിരുന്നില്ല കുറെ മുമ്പ്. പിന്നീട് എനിക്കത് മനസ്സിലായത്, ഞാൻ ഇത് ഇങ്ങനെ സ്ട്രെസ് വരുമ്പോ ഇങ്ങനത്തെ ഒരു അങ്ങനെ ഉണ്ടല്ലേ? അതെ അതെ, ഉണ്ട്. ആ ഭയങ്കര വണ്ണം കൂടിയ ഒരുപാട് പേരുണ്ട് അങ്ങനെ കഷ്ടപ്പെടുന്ന. കാരണം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവര് സ്ട്രെസ് പിന്നെ മാനേജ് ചെയ്യുന്ന അങ്ങനെയാണ്. അത് കുറെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരിക്കും. പക്ഷെ അത് ഭയങ്കര പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഞാൻ ആ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് എല്ലാം സ്ട്രെസ് അല്ല കേട്ടോ. ഇങ്ങനെ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് എല്ലാം സ്ട്രെസ് അല്ല എന്ന് പറയാ. എല്ലാം അല്ല,
അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞതാ. എല്ലാം അങ്ങനെയല്ല. അറിഞ്ഞു. അതായത് എനിക്കങ്ങനെ ടെൻഷൻ വരും. എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇപ്പൊ വീട്ടിലാണെങ്കിലൊക്കെ ഞങ്ങള് ജോയിന്റ് ഫാമിലി ആയിരുന്നേ. അപ്പൊ അനിയനും വൈഫൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ടെൻഷൻ വരുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. പിന്നെ എനിക്കിത് മനസ്സിലായപ്പോ ഞാൻ വൈഫിനോടൊക്കെ പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഞാനിങ്ങനെ അധികമായിട്ട് ഫുഡൊക്കെ എടുത്ത് കഴിക്കണ ആളെന്നെ കളിയാക്കിയിട്ട് ചോദിക്കും എന്തേ വല്ല ടെൻഷൻ ഉണ്ടോന്ന് ചോദിക്കും. പിന്നെ എനിക്ക് മനസ്സിലായ ഞാൻ കൺട്രോൾ ചെയ്തു. ഇപ്പൊ ഇതെന്തൊരു പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് എന്തിലോ വായിച്ചപ്പോ മനസ്സിലായി. ഇങ്ങനെ ആദ്യം എനിക്ക് അറിയില്ലായിരുന്നത് ഈ ടെൻഷൻ ഉണ്ടാവുമ്പോ ഞാൻ പിന്നെ എനിക്കത് തിരിച്ചറിഞ്ഞപ്പോ പിന്നെ ഞാൻ കുറെ കൺട്രോൾ ചെയ്തിട്ടാ. അതുപോലെ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്തെങ്കിലും അപ്പോഴത്തെ പോലെ ഇല്ല, കുറെ കുറഞ്ഞത്. വേറെ ഫുഡ് അത് എടുത്ത് കഴിക്കില്ല. പിന്നെ ചിലപ്പോ സ്കൂളിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോരുമ്പോ വല്ല എന്തെങ്കിലും ചോക്ലേറ്റ് എന്ന് വെച്ചാൽ എനിക്ക് സ്റ്റിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ചോക്ലേറ്റ് ഒന്നും ഇഷ്ടമില്ല. അപ്പൊ അത് വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ അതും കൂടെ നിർത്തണം. അതുപോലെ തന്നെ സ്ട്രെസ് വരുമ്പോ ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കുന്നവരും ഉണ്ടല്ലേ? അതെ അതെ അങ്ങനെ അല്ലെ? അങ്ങനെ പ്രതിഷേധം അറിയിക്കുന്നവരുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് എന്തെങ്കിലും വിഷമോ വീട്ടിലെന്തെങ്കിലും വഴക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കൂടെ എടുത്ത് തിന്നുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ പങ്കും കൂടെ എടുത്ത് വാശിക്ക് തിന്നും. ഓവറായിട്ടല്ല. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് എന്തെങ്കിലും വഴക്ക് കിട്ടുമോ, എന്നെ എന്തെങ്കിലും വഴക്ക് പറയുകയൊക്കെ ചെയ്ത് ഞാൻ അങ്ങനെയാണ് ചെയ്യുക. എന്നാൽ ചിലര് നേരെ ഓപ്പോസിറ്റ് പട്ടിണി കിടക്കും. അവരെ ആരെങ്കിലും വിളിച്ച് കൊണ്ടുവരണം. അങ്ങനെ പല രീതിയിലാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യുക. പക്ഷെ ഓവർ പിന്നെ ചിലവരങ്ങനെയാണ്. എന്താണ് ഒന്നും കഴിക്കൂല. എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ തീരെ അതെ. റൗസാർ പറയുന്നു ബ്ലാക്ക് ചോക്ലേറ്റ് സ്ട്രെസ് റിലീഫിന് നല്ലതാണ്. അത് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ചോക്ലേറ്റ് കഴിച്ചാല് പക്ഷെ എന്തും ഓവർ ആവാൻ പാടില്ല. കുറച്ചൊരു ചെറിയൊരു പീസ് കഴിച്ചാലും അങ്ങനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്താം. പറഞ്ഞാൽ ഫുഡ് കഴിച്ചും നമ്മൾ മാനേജ് ചെയ്യും. പക്ഷെ അത് ഓവർ ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ രീതികളുണ്ട്. നമുക്ക് ഈ മെഡിറ്റേഷൻ അതെ നമുക്ക് ഏറ്റവും സേഫ് ആയ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പൊ അത് ആർക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. നമ്മുടെ മൈൻഡിനെയും ബ്രെയിനിനെയും ഒക്കെ ഒന്ന് റിവയർ ചെയ്യാനും റിഫ്രഷ് ചെയ്യാനും. മറ്റതൊക്കെ നമ്മളൊരു വാശിയും ദേഷ്യവും ഒക്കെ കൂട്ടി അല്ലെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും മുന്നോട്ട് പോകാം. ഹലോ ജിഷ മാം, ഗുഡ് മോർണിംഗ്. ഹായ് കൃഷ്ണ. സ്വപ്നാന്നാണ്. ഞാൻ മാമിന്റെ ക്ലാസ് നല്ല അടിപൊളിയായിരുന്നു. എനിക്കതൊന്ന് നന്നായിട്ട് ആഴത്തിലിറങ്ങി നല്ലൊരു സുഖം മനസ്സിന് ഒരു ഫീൽ കിട്ടി. എനിക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് ഞാൻ ആദ്യമൊക്കെ ഇപ്പൊ കുറെ മാറിയെങ്കിലും ആദ്യമൊക്കെ സ്ട്രെസ് വരുന്ന സമയത്ത് നന്നായിട്ട് വിശന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വിശപ്പ് എവിടെ പോയിന്ന് അറിയില്ല. പെട്ടെന്ന് വിശപ്പ് ഉണ്ടാവില്ല, ദാഹമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എനിക്ക് വരിക. ആ സമയത്ത് പഴയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഫെയിലായ കാര്യങ്ങൾ അതൊക്കെ തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ചിട്ട് ഇരിക്കുക ചെയ്യുക. ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ നമ്മുടെ സ്ട്രെസ് ഒന്നും കൂടി ഇത് വേറെ എന്തൊക്കെയായി മാറും. പിന്നെ നമ്മുടെ റിയാക്ഷൻസ് മാറും. മൊത്തത്തിൽ അങ്ങനെ ഒരു ഇതാണ് എനിക്ക്. അപ്പൊ എനിക്ക് കുറെ മാറ്റം പിന്നെ അതിങ്ങനെ മാറ്റും. ഞാൻ തന്നെ ചിന്തിക്കത് എങ്ങനെയൊന്ന് മാറ്റിയെടുക്കും. എനിക്കറിയാം എന്റെ പ്രശ്നം എങ്ങനെയാ, എനിക്കത് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് എങ്ങനെ മാറ്റണം, ഒരു പക്ഷേ എനിക്ക് തന്നെ അറിയാം ഇതെങ്ങനെ മാറ്റിയെടുക്കാന്ന്. പക്ഷെ അത് അപ്പൊ ഒന്നും ചിന്തിക്കില്ല നമ്മളിതെങ്ങനെ മാറ്റും. ഇത് നമ്മൾ നിരന്തരം ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നറിയാം. പക്ഷെ മടിയാണ്, പ്രാക്ടീസ് ചെയ്യാൻ നല്ല മടിയാണ്. അതുകൊണ്ട് മാറ്റാതെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് ആഴത്തിലിറങ്ങി. അതേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ആ സമയത്തൊന്നും ഓർമ്മ വരത്തില്ല, പറഞ്ഞ പോലെ അല്ലേ? അപ്പോഴത്തേക്കും നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ചിന്തയിലോട്ട് വരുള്ളൂ. അപ്പൊ മുന്നിൽ ആരെന്ത് പറഞ്ഞാലും അതൊക്കെ നെഗറ്റീവായിട്ട് തോന്നും. അതെ നമുക്ക് അപ്പൊ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇങ്ങനെ വരും അല്ലെ, നെഗറ്റീവ് തന്നെ. അതെ പഴയ കാര്യങ്ങൾ വരെ വരും, മറന്നുപോയ കാര്യങ്ങൾ വരെ ഓർമ്മയിൽ വരും. അത് തന്നെ. അപ്പൊ നല്ല ഓർമ്മയല്ലേ? നല്ല ഓർമ്മയാ. ആവശ്യ സമയത്ത് ഈ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല. അതെ ഓർമ്മയില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ വരെ എന്ത് കൃത്യമായിട്ട് ഓർക്കും. നമ്മൾക്ക് സംശയം അത്ഭുതമാവും, ഇതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അല്ലേ? അതെ സത്യം. താങ്ക് യു മാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സ്കീമ ആക്ടിവേഷൻ. ഓക്കെ, താങ്ക് യു ജിഷ. സജില മാം സയന്റിഫിക് വേർഡ്സ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ സജിന മാം?
വൈൻഡപ്പ് ചെയ്യാല്ലേ. ഓക്കെ എന്നാ ബൈ. സെഷൻ ആയിരുന്നു, ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒക്കെ പറഞ്ഞു. താങ്ക് യു. ഓക്കെ. ഇന്ന് Thank എനിക്കുണ്ടായ you. സാധാരണ ഞാൻ എണീറ്റിട്ട് എന്താണ് എല്ലാ ട്രെയിനേഴ്സിന് മെസ്സേജ് ഇടും ഫസ്റ്റ് തന്നെ. എന്നിട്ട് പിന്നെ കുറെ കഴിയുമ്പോൾ നോക്കുമ്പോ അവര് മെസ്സേജ് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ കോളേ ഇന്ന് ഞാൻ നോക്കുമ്പോ നിഷാമിന് മെസ്സേജ് ഇടാൻ നോക്കുമ്പോ ഞാൻ എണീറ്റിട്ടാണെന്ന് പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് ഇട്ടേക്കും. അതെ അതെ, എനിക്ക് ആ ടെൻഷൻ തരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ ഇട്ടതാ. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ കുറെ നേരം ഇങ്ങനെ ഉണർന്ന് കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ എഴുന്നേറ്റപ്പോ അങ്ങ് ഇട്ടു. മാമിനെ ഞാൻ വിഷമിപ്പിക്കുക. അപ്പൊ ബിന്ദു മാമിന്റെ മെസ്സേജ് കേൾക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പൊ ഞാൻ ലിങ്ക് ഓപ്പൺ ആക്കാൻ നോക്കിയപ്പോഴാണ് കണ്ടത്. വിളിച്ചിട്ടും അല്ലേ, മിസ് കോളും കണ്ടു. ബിക്കോസ് താങ്ക് യു. എനിക്ക് അറിയില്ല, ഈ മോർണിംഗ് സർക്കിൾ ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ. സോ അതെ അല്ലേ? ഐ ഡിഡ് നോട്ട്. അതെ, ഞാൻ ആദ്യമായിട്ടാ. സോ ഇന്ന് ജിഷ മാമിന്റെ ക്ലാസ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തു. താങ്ക് യു. എന്റേത് മൺഡേ ആണ്. സോ ഐ വാണ്ടഡ് ടു നോ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ അതാ മെസ്സേജ് ഇട്ട് എനിക്ക് ഗ്രൂപ്പ്. പിന്നെ അബ്ദുൾ റഫ് സർ, താങ്ക് യു സോ മച്ച്. ഹി സെൻഡ് മീ ദ ലിങ്ക്. എന്റെ ലിങ്ക് ഇല്ലായിരുന്നു. ഓൺലി ഐ വാസ് ആഡഡ് ഇൻ ദ ഗ്രൂപ്പ്. അപ്പൊ ലിങ്ക് ഇല്ല, ലിങ്ക് ചോദിച്ചിട്ടായിരുന്നു. ഇപ്പൊ ഗ്രൂപ്പിലില്ലേ, മോർണിംഗ് സെഷന്റെ ഗ്രൂപ്പിലില്ലേ? There is ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഐ എം പാർട്ട് ഓഫ് ദാറ്റ്. നിങ്ങളുടെയൊക്കെ ഡിസ്കഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് ഈ ലിങ്ക് ഉള്ള ഗ്രൂപ്പ് ഇല്ല. അതിപ്പം അബ്ദുൾ റഫ് സാറാണ് ഇപ്പൊ എനിക്ക് അത് തന്നത്. സോ താങ്ക് യു സോ മച്ച്. സജന മാം ആഡ് ചെയ്യണേ, ഞാനത് ശ്രദ്ധിച്ചില്ല. ആഡ് ചെയ്തിട്ടുണ്ട് മാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രെയിനേഴ്സിന്റെ ഗ്രൂപ്പിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലായിരിക്കും. അതെ അതെ അതെ. അപ്പോ ഓൾ ദ ബെസ്റ്റ് അഡ്വാൻസ്. താങ്ക് യു. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു ജിഷ. എല്ലാവർക്കും ഒരു മോർണിംഗ് മോട്ടിവേഷൻ. വെരി ഗുഡ്. താങ്ക് യു. ഈ സ്ട്രെസ്സിനെ പറ്റിയൊരു കഥ കേട്ടിട്ടുണ്ടേ. നമ്മള് ഭാര്യയും ഭർത്താവും ഇങ്ങനെ ബൈക്കിൽ പോവാണേ. അപ്പം ഇവര് നല്ല പ്രണയ സല്ലാപത്തിലാണ് ഇങ്ങനെ പോകുന്നത്, നല്ല ഹാപ്പി ആയിട്ട്. അപ്പം സൈഡിൽ നിന്ന് ഒരു കാറുകാരൻ വന്നിട്ട് ഇവരെ ഓവർടേക്ക് ചെയ്തു. ഒട്ടും ഹെൽത്തി അല്ലാത്ത രീതിയിൽ ഓവർടേക്ക് ചെയ്തു. അപ്പൊ അവർ റെസ്പോണ്ട് ചെയ്യില്ല, കാരണം ദേ ആർ ഇൻ ടു ദെയർ ടോക്സ് അല്ലെ, അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ഒട്ടും ഡിസ്റ്റർബ്ഡ് അല്ലാത്തത് കൊണ്ട് അവരത് റെസ്പോണ്ട് ചെയ്യില്ല. അതേ ഭാര്യയും ഭർത്താവും എന്താണ് അടി കൂടുകയാണ് വിചാരിക്കുക ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അപ്പം മുമ്പ് വന്ന അതേ വ്യക്തി തന്നെ കാറിൽ വരുന്നു, ഓവർടേക്ക് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും ഇവര് റെസ്പോണ്ട് ചെയ്യും. ചിലപ്പം ചീത്ത വിളിക്കും ഒക്കെ ചെയ്യും. അപ്പം ഇതിനകത്ത് ഈ സ്ട്രെസ് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന കാറുകാരൻ തന്നെയാണ്. അത് മാറിയിട്ടില്ല. പക്ഷെ നമുക്ക് സ്ട്രെസ് ഉണ്ടായത് നമ്മുടെ തോട്ട്സ് കാരണമാണ്. അപ്പം സ്ട്രെസ്സിനെ പറ്റി പറയുന്നത് അങ്ങനെയാണ്. സ്ട്രെസ്സർ അല്ല ശരിക്കും സ്ട്രെസ് ഉണ്ടാക്കുന്നത്, നമ്മുടെ റിയാക്ഷൻ ആണ് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പൊ റിയാക്ഷനെ കൺട്രോൾ ചെയ്താൽ മതി. പുറമേ ഉള്ളത് നമുക്ക് നേരത്തെ മാം പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ തോട്ട്സിന്. അപ്പൊ അതിനുള്ള കുറെ ടെക്നിക്സ് ആണ് ഇപ്പൊ മാം പഠിപ്പിച്ചത് എന്ന് മനസ്സിലായി. താങ്ക് യു മാം. സാറ് പറഞ്ഞത് വളരെ കറക്റ്റ്. സാർ പറഞ്ഞതേ നല്ലൊരു വളരെ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. അതായത് മറ്റാരോ ചെയ്യുന്നൊരു നമ്മളെ തന്നെ ശിക്ഷിക്കുന്ന. അതെ, നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് ദേഷ്യം വരുന്നത് അതുപോലെ അതൊക്കെ നമുക്ക് ആളനുസരിച്ച് മാറും. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്ത് ചിലപ്പോ ദേഷ്യപ്പെടുന്ന ഒരു കാര്യം അല്ല, പാർട്ട്ണറെ അടുത്ത് ദേഷ്യപ്പെടുന്ന ഒരു കാര്യം ചിലപ്പോ നമ്മള് ഫ്രണ്ടിന്റെ അടുത്ത് ദേഷ്യപ്പെടില്ല. ഒരേ സിറ്റുവേഷൻ ആയിരിക്കും. അതിലും മോശമായ സിറ്റുവേഷൻ ആണെങ്കിൽ. അതെ അതെ. അപ്പൊ നമ്മള് ആ ഒരു ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതെ അതെ, നമ്മുടെ മനസ്സാണ് എല്ലാം, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് എല്ലാത്തിനും ആധാരം. അതെ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ മാം. താങ്ക് യു. ഞാനിങ്ങനെ വിചാരിച്ചാൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ അല്ലേ, നമ്മളെപ്പോഴും സ്ട്രെസ് മാനേജ്മെന്റ് കേൾക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആവർത്തന വിരസതയാവോ എന്നൊക്കെ വീണ്ടും ഒരു ഉണർത്തല് നല്ലതാണ്. പലർക്കും ആവശ്യമാണ് അത്. അതെ അതെ, എപ്പോഴും വന്നോണ്ടിരിക്കുന്ന കാര്യം. മാനേജ് ചെയ്യാൻ ഏറ്റവും എളുപ്പം സജന മാം പറഞ്ഞത് തന്നെയാണ്, ഫുഡ് കഴിക്കുക.
ഓവർ ഇതൊക്കെ അവിടുന്നേ ഉള്ളൂ. അതെ. ഓവർ എനിക്ക് പിടിച്ചേക്കണത്. ഇരുന്ന ഇരിപ്പില് 1.5-2 കിലോ ഐസ്ക്രീം തിന്നുന്ന ഫ്രണ്ട് ഉണ്ട് എനിക്ക്. പറഞ്ഞാ വിശ്വസിക്കില്ല, സ്ട്രെസ് മാനേജ് ചെയ്യുന്ന. നേരത്തെ ആരോ പറയാൻ വന്നിരുന്നു. ഞാനായിരുന്നു മാം. എന്തായിരുന്നു? ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ മാം. അതായത് നമുക്കറിയാവുന്ന സ്വരം കേൾക്കുമ്പോ തന്നെ ഭയങ്കര കോൺഫിഡൻസ് അല്ലെ, എല്ലാ ക്ലാസ്സിലും ഫീഡ്ബാക്ക് പറഞ്ഞ. നല്ല ക്ലാസ് ആയിരുന്നു. അതായത് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും നമ്മള് മിക്ക കാര്യങ്ങളും ചിലപ്പോൾ വിട്ടുപോകുമല്ലോ. ശരിക്കും നമ്മുടെ റാവു സാർ പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ നോക്കുക. മറ്റുള്ളവരെ നമുക്കൊന്നും, അത് വളരെ നമ്മുടെ ഒരു തെറ്റായ ചിന്തയാണ്. നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റുമെന്ന് ഒരിക്കലും പറ്റൂല. അല്ലെ, നമ്മുടെ കുറെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കത് മനസ്സിലാവും. ഒരിക്കലും നമുക്ക് ആരെയും ചേഞ്ച് ചെയ്യാൻ പറ്റൂല, നമുക്ക് നമ്മളെ മാത്രമേ പറ്റൂ, അല്ലെ? അത് വളരെ നന്നായിട്ട് അതെ, വളരെ നന്നായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആക്കേണ്ടതെന്ന് നന്നായിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. പിന്നെ ഈ മാമിന്റെ ആ ഒരു വേ ഓഫ് ടോക്കിംഗ് വളരെ നല്ലതാണ് കേട്ടോ. നല്ല ചിരിച്ച, നല്ല പ്ലസന്റ് ആയ മുഖം കേട്ടോ. ലവ് യു. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഒത്തിരി ഇന്നസെന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ പൊക്കി പറയുന്നതല്ല, എല്ലാവരെയും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആണെന്ന് എനിക്കൊന്നും അറിയില്ല, ഈ ക്ലാസ്സുകളിൽ കൂടി മനസ്സിലായതാണ്. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഓക്കെ, എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന വളരെ നല്ല സ്വഭാവമായിട്ട് തോന്നിയിട്ടുണ്ട്. താങ്ക് യു കേട്ടോ മാം. താങ്ക് യു. അപ്പൊ ശരി. താങ്ക് യു. രാവിലെ മോട്ടിവേഷൻ കിട്ടിയില്ലേ? വി ടോട്ടലി അഗ്രി വിത്ത് ദാറ്റ്. അതെ അതെ അതെ. എല്ലാവരുടെയും വെൽബീങ് നോക്കുന്ന ആളാണ്. ഈവൻ ഐ ഹാവ് ഫെൽറ്റ് ദാറ്റ്. കൂടുതൽ എന്ത് വേണോ അല്ലെ, അങ്ങനെ ഫീൽ ചെയ്തല്ലോ. അങ്ങനെ തന്നെ എപ്പോഴും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ. Bye. Good day, everyone. Thank you. Same to you.